നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കൂടിയാലേ അവര് നമ്മളെ കൂടി അവരുടെ നിലവാരത്തിലേക്ക് വലിച്ചുകൊണ്ട് പോവും. ഇവളുമായുള്ള ബന്ധം വേണ്ടെന്ന് അന്നേ പറഞ്ഞതല്ലേ ഞാൻ നിന്നോട്? അത് നീ കേട്ടില്ല. ഇപ്പൊ ഞാൻ എന്തു ഭയന്നോ അത് തന്നെ സംഭവിച്ചു. എന്തിനാമേ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്നത്? ഞങ്ങൾ ചെയ്ത ഒരു മോശം പ്രവൃത്തിയാണെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴും തോന്നുന്നില്ല. നിനക്ക് തോന്നില്ല, കാരണം ഇന്നത്തെ ഈ നിലയിലേക്ക് ഈശ്വരമംഗലം വീടിനെയും ഈശ്വരമംഗലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിനെയും എത്തിക്കുന്നതിന് വിയർപ്പൊഴുക്കിയത് ഞാനാണല്ലോ. അതിന്റെ വേദന നിനക്കോ ഇവൾക്കോ ഒന്നും മനസ്സിലാവില്ല. ഭിക്ഷ എടുത്ത് ശീലിച്ചവര് അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കും. നിന്നെ കൊണ്ടത് ചെയ്യിക്കുകയും ചെയ്യും. വീണ്ടും വീണ്ടും ഈ ഭിക്ഷ എന്ന വാക്ക് ഉപയോഗിക്കില്ല അമ്മേ. അതൊരു സോഷ്യൽ സർവീസ് ആണ്. പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. അമ്മ പറഞ്ഞതുപോലെ വേണമെങ്കിൽ എനിക്ക് തനിച്ച പ്രോജക്റ്റ് ഏറ്റെടുത്ത് കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കി കൊടുക്കാമായിരുന്നു. എന്നിട്ടും ഞാനത് എന്തുകൊണ്ട് ചെയ്തില്ല? എന്റെ പ്രവൃത്തി കണ്ട് അതിൽ ഇൻസ്പയർഡ് ആയിട്ട് വരുന്നവര് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അതൊരു തെറ്റാണോ? നീ ആഗ്രഹിച്ചത് എന്തോ ആയിക്കോട്ടെ, പക്ഷെ പുറത്തു വന്നിരിക്കുന്ന ന്യൂസ് എന്താണ്? അതിനെക്കുറിച്ച് ആലോചിക്കുക. എനിക്ക് വരുന്ന മെസ്സേജുകൾ, ഫോൺ കോളുകൾ, മെയിലുകൾ മുഴുവനും നിന്റെ പ്രവൃത്തികളെ ആക്ഷേപിച്ചുകൊണ്ടുള്ളതാ. ഇനി സമൂഹത്തിന് മുന്നിൽ തല ഉയർത്തി എങ്ങനെ നടക്കുമെന്ന സുഹൃത്തുക്കൾ എല്ലാരും എന്നോട് ചോദിക്കുന്നത്. അതിനുത്തരം പറയാനുള്ള ബാധ്യത നിനക്ക് ഇവൾക്കുണ്ട്. ഏട്ടാ, ചേച്ചി, നിങ്ങളുടെ വീഡിയോ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുക. വീഡിയോയുടെ താഴെ വന്ന് കമന്റ് വായിച്ച് സത്യത്തിൽ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. അടിപൊളി, സൂപ്പർ. ഗൗതമിന്റെയും നിധിയുടെയും ഈ പ്രവൃത്തി അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് മനുഷ്യനാകേണ്ടത്. കൺഗ്രാറ്റ്സ് നിധി ആൻഡ് ഗൗതം.